സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് നല്ല സ്വാദുള്ള ഒരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 3 ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചത്, ഒരു 4 വെളുത്തുള്ളി മുറിച്ച് വെച്ചത്, ഒരു കഷ്ണം ഇഞ്ചി മുറിച്ച് വെച്ചത്, 2 പച്ചമുളക്, ഒരു തക്കാളി മുറിച്ച് വെച്ചത്, ഒരു സവാള മുറിച്ചത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മുറിച്ച് വെച്ചത്, ഒരു 3 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി പൊടികൾ: 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങാണെന്ന് അത്ര പെട്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നല്ല സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റി ഉപ്പ് പിടിച്ച ശേഷം വെന്തോ എന്ന് എടുത്ത് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. ഉരുളക്കിഴങ്ങിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നാലേ നല്ല സ്വാദുണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ പച്ചമണം ഉണ്ടാകും. പച്ചത്തക്കാളിയുടെ സ്വാദിനേക്കാൾ നല്ലത് വഴറ്റിയെടുക്കുന്ന തക്കാളിയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങിന് നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം.
ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം അരച്ചെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച ശേഷം അരച്ചെടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ വഴറ്റിയെടുത്ത മസാല അരച്ചതാണ്. ഇത് മാറ്റി വയ്ക്കാം. ഈ പാനിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വഴറ്റിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല ഒന്ന് പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കണം. ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം മുറിച്ചതും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് നേരം മൂടി വെക്കണം. എന്നാലേ ഉരുളക്കിഴങ്ങിലേക്ക് ആ മസാലയുടെ മണം പിടിക്കുകയുള്ളൂ. അതിനുശേഷം ഒന്ന് തുറന്നു നോക്കി ഇളക്കിയെടുക്കാം. ഇത് ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.